അലക്കുചേര് അല്ലെങ്കിൽ ചേർക്കുരു. ദക്ഷിണേന്ത്യയിലെ എല്ലാ ഇലകുഴിയും വനങ്ങളിലും കണ്ടുവരുന്ന അലക്കുചേര് സമുദ്രനിരപ്പിൽ നിന്നും 800 മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിൽ വളരെ കണ്ടുവരുന്നു. വളരെ പണ്ടുകാലം മുതൽക്ക് തന്നെ അർഷസിനിലും ആമവാദത്തിനും കുഷ്ഠത്തിനും ഔഷധമെന്ന നിലയിൽ ആയുർവേദത്തിൽ അലക്കുചേരിന്റെ ചേർക്കുരു ഉപയോഗിച്ചു വരുന്നുണ്ട്. ഫല്ലാതക, അഗ്നിമുഖി, അരാഷ്കരം, അഷ്കര, ഭല്ലി, വീരവൃക്ഷ എന്നിങ്ങനെയുള്ള പേരുകളിൽ സംസ്കൃത നാമത്തിലും അലക്കുചേര് അറിയപ്പെടുന്നു. മാർക്കിം നഗ്ഡട്രി എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് നാമം. അനാർക്കഡിയോസി എന്ന സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന അംഗമാണ് അലക്കുചേര്. ശാസ്ത്രീയ നാമം സെമികാർപ്പസ് അനാർക്കാഡിയം ലിൻ എന്നാണ്. ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കുഷ്ഠരോഗ വിഭൗഡന ഔഷധിയായുടെ പട്ടികയിലാണ് ആയുർവേദം ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 15 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ ഇടത്തരം വൃക്ഷമാണ് അലക്കുചേര്. ഈ വൃക്ഷത്തിന്റെ തൊലി പൊട്ടി പ്രത്യേകതരം കറ ചില കാലങ്ങളിൽ വരുന്നതായി കാണപ്പെടും. ഈ അവസരങ്ങളിൽ ഈ വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെ സഞ്ചരിച്ചാൽ ശരീരമാസകലം ചൊറിയും. ഇതിന്റെ ഇലയ്ക്ക് ഏകദേശം 30 സെന്റിമീറ്റർ നീളവും 15 സെന്റിമീറ്റർ വീതിയുമുണ്ട്. ഇതിന്റെ ഫലങ്ങൾ നീളമുള്ളവയാണ്. അലക്കുചേരിന്റെ ഫലങ്ങൾ പാകമാകുമ്പോൾ നല്ല കറുപ്പ് നിറമാകുന്നു. ഈ ഫലത്തിന്റെ പുറന്തോടിലുള്ള എണ്ണമയമുള്ള വസ്തു അതിന്റെ തുണിയിൽ അടയാളമിടുവാൻ അലക്ക് കയറുവാനും ഉപയോഗിക്കുന്നുണ്ട്. വിത്ത് മൂലമാണ് അലക്കുചേരിന്റെ പ്രവർത്തന നടക്കുക. ചേർക്കുരു എന്നറിയപ്പെടുന്ന ഫലമാണ് ഔഷധയോഗ്യമായ ഭാഗമായി കണകുന്നത്. രസം നോക്കുകയാണെങ്കിൽ കടുവും മധുരവും കഷായവുമാണ്. ഗുണമാണെങ്കിൽ തീക്ഷ്ണം, സ്നിഗ്ധം, ലഘു. വീര്യമാണെങ്കിൽ ഉഷ്ണവും വിഭാഗവും. രാസഘടകങ്ങൾ നോക്കിയാൽ അലക്കുചേരിന്റെ വിത്തിനകത്തെ പരിപ്പിൽ മധുരരസമുള്ള എണ്ണയുണ്ട്. മോണോഹൈഡ്രോക്ലോറിൻ ഫിനോൾ, മോണോബോക്സിക് അമ്ലം, കാറ്റനോക്കൾ എന്നീ രാസവസ്തുക്കൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അലക്കുചേരിന്റെ കാറിൽ ടാർ പോലെയുള്ള എണ്ണ കാണുന്നു. ഫലമച്ചിയിൽ നിന്നെടുക്കുന്ന തൈലത്തിന് മധുരരസമാണുള്ളത്. ഇതിൽ ഫിനോൾ, സെമികാർബോൾ എന്നിവ അടങ്ങുന്നുണ്ട്. ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ കുഷ്ഠം, ആമവാദം, സന്ധിവാദം, അർഷസ്, അർബുദം എന്നിവയ്ക്ക് ചേർക്കുരു ഉത്തമമാണ്. ഇതിന്റെ ഉപയോഗം ദുർമദേശന് ശമനമുണ്ടാകും. കൂടാതെ കഫവാദങ്ങൾ ശമിപ്പിക്കുന്നതിന് അലക്കുചേരിന് കഴിവുണ്ട്. പാചാഗ്നിയെയും ധാത്വാഗ്നിയെയും ബലപ്പെടുത്തും. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ രക്താർബുദം, പ്ലീഹാവൃതി എന്നിവ ശമിപ്പിക്കുന്നതിന് അതിവിഴയത്തിന് ചേർക്കുരു വളരെ ഉത്തമമാണ്. ചേർക്കുരു, കടുക്കാത്തോട്, കറുത്ത ജീരകം ഇവ സമമെടുത്ത് ശർക്കര ചേർത്ത് പൊടിച്ച് 2 ഗുളിക വീതം 3 നേരം കഴിക്കുന്നത് രക്താർബുദം, പ്ലീഹാവൃതി എന്നിവ എളുപ്പം ശമിപ്പിക്കും. ഉദരക്രമി ശമിപ്പിക്കുന്നതിന് അതിവിടയത്തിന്റെ ചേർക്കുരു വളരെ വിശേഷമാണ്. 20 തുള്ളി ചേർക്കുരുവിന്റെ തൈലം ആവണക്കെണ്ണയിൽ ഒഴിച്ച് വസ്തി ചെയ്യുന്നതിനോടൊപ്പം പാലിൽ വേവിച്ച് ശുദ്ധി ചെയ്യിച്ച 6 ഗ്രാം കുടു ചൂടുപാലിൽ അരച്ചു കുടിക്കുകയും ചെയ്താൽ ഉദരക്രമി ശമിക്കും. ഇപ്രകാരം തുടർച്ചയായി 3 ദിവസം സേവിക്കുന്നത് ഈ രോഗം കുറയ്ക്കുന്നതിന് വളരെ നല്ല പ്രയോജനം ചെയ്യും. ആയുർവേദത്തിൽ മുഖ്യമായ പല ഔഷധങ്ങളിലും അലക്കുചേരിന്റെ ചേർക്കുരു ഉപയോഗിക്കുന്നു. അമൃതഭല്ലാതകം, നിഭാമൃതസേവം, നരസിംഹാരസായാനം തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങളിൽ അലക്കുചേരിന്റെ ചേർക്കുരു പ്രധാന ഘടകമാണ്.